ഇത് 6 എന്നുള്ളത് 60 മാറട്ടെ. കേരളത്തിൻ്റെ എല്ലാ കോണുകളിലും ഏറ്റവും മികച്ച സേവനങ്ങളും ഏറ്റവും മികച്ച സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കത്തക്ക ഏറ്റവും മികച്ച ഒരു സ്ഥാപനമായി വളരാൻ കഴിയട്ടെ. ജയകൃഷ്ണൻ്റെ ആഗ്രഹം പോലെ ഏറ്റവും മനോഹരമായ ഒരു ബിസിനസ്സുകാരനായി മാറാൻ ജയകൃഷ്ണൻ കൂടി കഴിയട്ടെ എന്ന് ഹൃദയത്തിൽ നിന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഒരു സ്ഥാപനത്തിൻ്റെ ലോഞ്ചിങ് ഹൃദയത്തിൽ നിന്നും ഞാൻ ചെയ്തിട്ട് പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം, താങ്ക് യു. വാഹനത്തോടുള്ള അപ്പം വേദിയിലും സദസ്സിലിരിക്കേണ്ടവരെ വേദിയിലിരുത്തി തുല്യരാക്കി തീർത്ത ഈ ഒരു ചടങ്ങിനും ആദ്യമായിട്ട് ഒരു ആശംസ നേർന്നുകൊണ്ട് ജയകൃഷ്ണൻ്റെ ജേണിക്ക് മുന്നേ എല്ലാവരും വാഹനപ്രേമികളായിരിക്കുമല്ലോ. അപ്പോൾ വാഹനപ്രേമം നമുക്ക് ആരംഭിക്കുന്നത് നമ്മുടെ കുട്ടിക്കാലം മുതലേ ഉള്ള ഒരു യാത്രയായിരിക്കും. ഒരുപക്ഷെ കുട്ടിക്കാലത്ത് തന്നെ 4 ചക്ര വാഹനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളവരാണ് നമ്മളെല്ലാം. അതാണ്ട് ഈ ഇരിക്കുന്ന കിരൺ ചേട്ടൻ്റെ ടയർ കച്ചവടത്തിനെക്കാട്ടിയൊക്കെ മുന്നേ ഒരു മികച്ച ടയർ ഞങ്ങൾ ഉപയോഗിച്ച് തുടങ്ങി. നമ്മുടെ കേരളത്തിൻ്റെ വെള്ളക്കയൊക്കെ എടുത്തിട്ട് നമ്മൾ ആ ഒരു ഈർക്കിൽ നിന്ന് നമ്മൾ 4 വെള്ളക്ക ഉണ്ടാക്കിയിട്ട് തക്കാളിപ്പെട്ടിയിലും കാർബോർഡിലും ഒക്കെ നമ്മൾ ചെറിയ വാഹനങ്ങൾ ഉണ്ടാക്കി തീർത്ത നമ്മുടെ ഒരു കുട്ടിക്കാലത്ത് നിന്നും വാഹനത്തോടുള്ള ഒരു കമ്പം ഒരു പക്ഷേ സിനിമയിൽ അഭിനയിക്കണമെന്ന ആഗ്രഹം ഉള്ളവർ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ വാഹനത്തോട് കമ്പമില്ലാത്തവർ ആരാണ്? എല്ലാവർക്കും വാഹനത്തോട് അതിയായ കമ്പമുള്ളവരാണ്. നമ്മളെല്ലാം കുട്ടിക്കാലം മുതലേ വാഹനത്തോട് പ്രേമമുള്ളവരാണ്. വാഹനങ്ങൾ സ്വന്തമാക്കണമെന്ന് ആ ഒരു തുടക്കമുണ്ടല്ലോ, അതിന് പല കാരണങ്ങളുണ്ടായേക്കാം. എൻ്റെ ജീവിതത്തിലും നിങ്ങൾ ഇങ്ങനെ കളിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഉള്ളിലേക്ക് അപ്പോൾ ഈ 2.5-3 കിലോമീറ്റർ ഞാനൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഈ ടയർ ഇങ്ങനെ ഉരുട്ടി കളിച്ച് ഇങ്ങനെ അടിച്ചുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ആ ഒരു കാലത്ത് ഞാനൊരു ദിവസം ഞാൻ ഈ മിനി കൂപ്പർ എടുത്ത സമയത്ത് ഞാൻ അന്നൊരു ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞതാണ്, 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് നമ്മളീ പോകുമ്പോഴെല്ലാം നമുക്ക് അന്നത്തെ വരുമാന മാർഗ്ഗം എന്ന് പറയുന്നത് ഈ കശുവണ്ടി പരിപ്പുകൾ കശുവണ്ടി പോകുന്ന വഴിയിൽ വീടുകളിലൊക്കെ കാണും. അപ്പോൾ ഇതിങ്ങനെ പറക്കി ബാഗിലിടും. അത് ഒരു കിലോ 2 കിലോ 3 കിലോ 5 കിലോ ഒക്കെ ആവുന്ന സമയത്ത് നമ്മളിതുകൊണ്ട് കൊടുക്കും. അപ്പോഴാണ് നമുക്ക് പൊറോട്ട അന്ന് മേടിക്കാൻ കഴിയുന്നത്. 2 രൂപയായിരിക്കും ഒന്ന് പൊറോട്ടയുടെ വില. അപ്പോൾ ഈ പൊറോട്ട മേടിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന വഴിയിലുള്ള കശുവണ്ടികളെല്ലാം പറക്കിക്കൊണ്ട് ഞാൻ ഈ ബാഗൊക്കെ ഇട്ട് ക്രിക്കറ്റ് കളിയുള്ള ദിവസം ഞാൻ പൊതുവേ സ്കൂളിൽ പോകാറില്ല. ഏതെങ്കിലും വീടുകളിൽ പോയി എവിടെയെങ്കിലും ഒരു ജനലിൻ്റെ ഭാഗത്ത് നിന്ന് ക്രിക്കറ്റ് കളി കാണുന്നൊരു സ്വഭാവം എനിക്കുണ്ട്. അവിടെ വന്നിങ്ങനെ കിടന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു പുതിയ വണ്ടി അടുത്ത് വന്ന് കിടന്നു. അപ്പോൾ കാണാനുള്ളൊരു കൗതുകം കൊണ്ട് എന്താണെന്നറിയാൻ വേണ്ടി നമ്മൾ ഈ ഡോറ് തുറന്ന് ഞാനിങ്ങനെ നോക്കി. ഡോറ് തുറന്ന് നോക്കിയതും പുറകെ നിന്നൊരു അടിയായിരുന്നു. അപ്പോൾ ഈ അടി എൻ്റെ തലയ്ക്ക് അടിച്ചതിന് ശേഷം എൻ്റെ ബാഗൊക്കെ പിടിച്ചു പറിച്ചിട്ട് ഇവനെയൊക്കെ എന്തിനാണ് അതായത് നമ്മളെയൊക്കെ എന്തിനാണ് വീട്ടിലൊക്കെ കയറ്റിയത്, ഇവന്മാരെല്ലാം മോഷ്ടിക്കും. അങ്ങനെ ബാഗ് പിടിച്ച് സിപ്പൊക്കെ തുറന്ന് എടുത്ത് മൊത്തം ഇങ്ങനെ പുറത്തോടങ്ങ് കുറഞ്ഞപ്പോഴത്തേക്ക് ഇതിനകത്ത് കിടക്കുന്ന കശുവണ്ടികളല്ലാതെ വേറെ ഒന്നുമില്ല, കുറച്ച് പുസ്തകവും പഴയ സ്ലേറ്റും ഇതൊക്കെയല്ലേ. അപ്പോൾ ഈ കശുവണ്ടികളൊക്കെ നമ്മൾ അവൻ്റെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ചാണെന്നൊക്കെ പറഞ്ഞ് എന്നെ അവിടെ നിന്ന് അടിച്ചിറക്കിയിട്ട് നമ്മൾ കള്ളനാണെന്നൊക്കെ പറഞ്ഞ് അടിച്ചിറക്കിയ ഒരു ഇൻസിഡൻറ്റ് ഓർമ്മയുണ്ട്. അന്ന് ഈ ഡോൾഫിൻ കാറ് എടുത്തവൻ്റെ മുന്നിലൂടെ ഇതിനെക്കാട്ടി നല്ലൊരു കാർ ഓടിച്ച് നടക്കണമെന്നൊക്കെ അന്നിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. അങ്ങനെ ജീവിതത്തിൽ പല ഘട്ടങ്ങളിലും പിന്നീട് ജീവിതമൊക്കെ തുടങ്ങി, പഠിത്തമൊക്കെ കഴിഞ്ഞു. അപ്പോൾ വാഹനത്തോടുള്ള കമ്പമുണ്ട്. ഇത് പറയാൻ കാര്യം, ഈ ഒരു ഷോപ്പിൻ്റെ ലോഞ്ചിങ്ങിന് വേണ്ടിയിട്ട് വിളിക്കുന്ന സമയത്ത് ഇപ്പം എന്നെക്കാളുമൊക്കെ വാഹനത്തെക്കുറിച്ച് അറിയാവുന്ന ആൾക്കാർ എന്നെക്കാളും പലരുമാണ്. എനിക്കങ്ങനെ അത്ര വലിയ നോളജൊന്നും ചില വിഷയങ്ങളിലൊക്കെ ഉണ്ടെങ്കിലും ഈ വിഷയത്തെക്കുറിച്ച് അങ്ങനെ വലിയ നോളജൊന്നുമില്ല. പക്ഷേ അതിയായ ആഗ്രഹമാണ്, അതിയായ ഭ്രാന്തായിരുന്നു. അങ്ങനെ അന്ന് അതിനു മുമ്പ് പൾസർ എടുക്കണമെന്നായിരുന്നു. പൾസർ 150 ആയിരുന്നു ആഗ്രഹം. പിന്നെ അതിന് മുമ്പ് കുറച്ചുകൂടെ നമ്മളെ അട്രാക്ട് ചെയ്ത് ഉപയോഗിക്കുന്നത് ഹൂഡി ബാബ എന്ന് പറഞ്ഞിട്ട് ബജാജിൻ്റെ അതിങ്ങനെ ക്രിക്കറ്റ് കളിക്കിടയ്ക്ക് ഒരു പരസ്യമുണ്ട്, ഹൂഡി ബാബ എന്ന് പറഞ്ഞിട്ടൊരു പരസ്യമൊക്കെ ഉണ്ടായിരുന്നു. ആദ്യം ഹൂഡി ബാബ എടുക്കണമെന്ന് വിചാരിച്ചു. പിന്നെ പൾസർ 150 ആണെന്ന് വിചാരിച്ചു. പൾസർ 150 ഇങ്ങനെ പതുക്കെ ഗ്ലാസ് ഹെഡ്ലൈറ്റ് ഇങ്ങനെ ചരിഞ്ഞിട്ട് ഇങ്ങനെ പെണ്ണുങ്ങൾ പോകുമ്പോൾ ഒരു ഭയങ്കര രസമുള്ള പൾസറിൻ്റെ ഒരു പരസ്യമുണ്ട്. അപ്പോൾ അങ്ങനെ ആ ചിന്തയിൽ നിന്ന് FC വന്ന സമയത്ത് കൊള്ളാം, ഇവൻ്റെ ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ആദ്യത്തെ ഒരു FC ഞാൻ എടുത്തു. പിന്നീട് ഒരു ബുള്ളറ്റ് 500 ക്രോം എടുത്തു. അപ്പോൾ ഇതൊക്കെ എടുക്കുമ്പോൾ സാധാ മെഡിക്കൽ റിപ്പോർട്ടുള്ള ജോലിയുടെ പേരിൽ എടുത്തതാണ്. പിന്നീട് ജോലി രാജിവെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വണ്ടികളുടെ CCകൾ അടയ്ക്കാൻ പറ്റാതെ പതിയെ ഇതെല്ലാം വിറ്റു. പിന്നെ വണ്ടികൾ എന്തെങ്കിലും വേണമല്ലോ, അങ്ങനെ ഒരു ഹോണ്ടയുടെ ട്വിസ്റ്റർ ബൈക്ക്, സാധാ ഒരു ബൈക്ക് എടുത്തു. അതിന് 8 മാസമായിട്ട് ഞാൻ CC അടയ്ക്കുന്നില്ല. കാര്യം 2200 രൂപ അടയ്ക്കാൻ നമ്മുടെ കയ്യിൽ ആ സമയത്ത് പൈസ ഇല്ല. ഞാനിങ്ങനെ സിനിമ എന്ന് പറഞ്ഞ് നടക്കുകയാണ്. എനിക്ക് ജോലിയൊക്കെ ഉണ്ടായിരുന്നു, ഈവൻ സർക്കാർ ജോലികളൊക്കെ എഴുതിയത് കിട്ടിയതുമാണ്. പക്ഷേ ഇതൊക്കെ വേണ്ടാന്ന് കരുതി 2010 മുതൽ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആകണം എന്നുള്ള ഒരു വാശിപ്പുറത്ത് ഞാനൊരു യാത്ര തുടങ്ങിയപ്പോൾ സാമ്പത്തികമായിട്ടുള്ള സപ്പോർട്ടായിരുന്നു നമുക്ക് ഇല്ലാണ്ടിരുന്നത്. അപ്പോൾ ഈ 900 പുത്തനെടുത്തിട്ട് ഞാൻ ആ ബാങ്ക് മാനേജർ അതേ ബാങ്ക് വർക്ക് ചെയ്തൊരു മാനേജറെ ഞാൻ വിളിച്ചു പറഞ്ഞു. കാരണം അന്ന് 2012 ഒരു 7000 രൂപ ഇവന്മാർ എൻ്റെ പേരിൽ എഴുതിയിട്ടു. 17,000 രൂപയായിരുന്നു ആ ബൈക്കിൻ്റെ ടോട്ടൽ പെൻഡിങ് ഉണ്ടായിരുന്നത്. ഞാൻ ഈ വണ്ടി തിരിച്ചെടുത്തുകൊണ്ട് പോയപ്പോഴത്തേക്ക് 10,000 രൂപ എൻ്റെ പേരിൽ കണക്കടച്ചിട്ട് ബാലൻസ് 7,000 രൂപ പെൻഡിങ് ആയിട്ട് നമ്മളിങ്ങനെ എഴുതിയിടും. നിങ്ങൾ വേണമെങ്കിൽ ഓർത്ത് വെച്ചോട്ടെ, ഇങ്ങനെയൊക്കെ പണ്ടത്തെ വല്ലതും കിടപ്പുണ്ടെന്നുണ്ടെങ്കിലും. ഞാൻ ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം സിബിൽ സ്കോറും മറ്റുമൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി, കാരണം എനിക്ക് സിബിലിൽ നിന്നും ഒരു കുന്തമില്ല. കാര്യം ജീവിക്കണം, ഒരിക്കൽ പോലും നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നു യാതൊരു പ്രതീക്ഷയില്ലാത്ത ഞാൻ എന്തിനാണ് ബാങ്കിൻ്റെ ലോൺ അടയ്ക്കുന്നതെന്ന് കരുതിയിട്ട് എടുത്ത കാർഷികമായി പോലും അടയ്ക്കാതെ
മൊത്തത്തിൽ ഒരു 15,000 രൂപയുടെ ക്രെഡിറ്റ് കാർഡ് പോലും അടയ്ക്കാതില്ലാതിരുന്നൊരു സമയത്ത് നിന്നിട്ട് പിന്നീട് ഇതെല്ലാം തിരിച്ചടച്ച് 2 ലക്ഷം രൂപയുടെ കാർഷിക വായ്പ 5.25 ലക്ഷം രൂപയെ തിരിച്ചടച്ചും ഈ 7,000 രൂപ 2012 7,000 രൂപ ഞാൻ സിവിൽ ക്ലോസ് ചെയ്യണം. കാര്യം അത് അപ്പം നമുക്ക് സെറ്റ് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മോശം സ്വഭാവങ്ങളുണ്ട്, അനുകരിക്കപ്പെടാനാവാത്ത ഒരുപാട് പന്ന സ്വഭാവങ്ങളൊക്കെ നമുക്കുണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് അനുകരിക്കാൻ പറ്റുന്ന സ്വഭാവങ്ങളൊന്നാണ്. എനിക്കൊരു വാശിയുണ്ട്, അതാണ് ഒരുപക്ഷെ ഇതിനകത്ത് ഉപയോഗിച്ചതും. ഈ പരിഹസിക്കുന്നവർ അവിടെ നിന്ന് പരിഹസിച്ചോട്ടെ, പുച്ഛിക്കുന്നവർ അവിടെ നിന്ന് പുച്ഛിച്ചോട്ടെ, കളിയാക്കുന്നവർ അവിടെ നിന്ന് കളിയാക്കിക്കോട്ടെ, അവർക്ക് മുന്നിലൂടെ പതിയെ വളർന്നുകൊണ്ടേയിരിക്കുക. പതിയെ പതിയെ കൂക്കുവിളികൾ കൈയടികളായി മാറുമെന്ന് ഞാൻ ബിഗ് ബോസിൽ പറഞ്ഞത്, ഒരു സമൂഹം ഏറ്റെടുത്തതും എൻ്റെ ലൈഫിൽ ഞാൻ പലപ്പോഴും കൊണ്ടു നടന്നതും ഒക്കെ തന്നെ. പരിഹസിക്കുന്ന സമൂഹത്തിൻ്റെ മുന്നിലൂടെ അവരെ തിരിച്ച് പരിഹസിക്കാതെ മുന്നോട്ട് പോകാൻ നമ്മളൊരു യാത്ര തുടങ്ങുക. അതിന് കുറേയൊക്കെ കാരണമായത് ഈ വണ്ടിയുടെ പ്രേമമൊക്കെ ആയിരുന്നു. ദൈവം അനുഗ്രഹിച്ച് പിന്നീട് പല വണ്ടികൾ എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എടുത്ത വണ്ടികളൊക്കെ തന്നെ ജയകൃഷ്ണൻ അതിമനോഹരമാക്കി നമുക്ക് നന്നാക്കി കൂടുതൽ മനോഹരമാക്കി തന്നിട്ടുണ്ട്. പുതിയതായിട്ടൊരു വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട്, XUV-യുടെ ഒരു 9 ബുക്ക് ചെയ്തിട്ടുണ്ട്, അതും ജയകൃഷ്ണൻ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ എന്തായാലും ജയകൃഷ്ണൻ ഇങ്ങനൊരു സ്ഥാപനം തുടങ്ങുന്ന സമയത്ത് ജയകൃഷ്ണൻ്റെ വർക്കിനെ കുറിച്ചിട്ട് പലരിടത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട്, പേഴ്സണലി പറഞ്ഞിട്ടുണ്ട്. ധാരാളം ആൾക്കാരെ ഞാൻ അവിടേക്ക് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാൽഗാരി ഒരു പെർമിഷനൊക്കെ തന്നിരിക്കുന്ന സമയത്ത് കുറച്ച് മഡ് ഫ്ലാപ്പും സ്റ്റിയറിംഗ് കവറും ഒക്കെ എടുത്ത കൂട്ടത്തിൽ വണ്ടിയുടെ സ്റ്റിക്കർ വർക്കുകൾക്കുള്ള ഒരു പെർമിഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പം സ്റ്റിക്കർ വർക്കുകളൊക്കെ ചെയ്യാൻ ചിലപ്പോൾ കഴിഞ്ഞു കഴിഞ്ഞാൽ കാൽഗാരിക്ക് കുറച്ചും കൂടെ പുതിയ ഓടിയാണ്. അല്ലാതെ ഇപ്പം നമുക്ക് വേറെ അതിനകത്ത് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അതുകൊണ്ട് തന്നെ ഈ പൂക്കിച്ചിരി വൈറലായ സമയത്ത് തന്നെ ഞാൻ ഫേസ്ബുക്കിൽ എഴുതി, നടക്കാൻ പോകുന്ന കാര്യമല്ല. കാരണം പ്രാക്ടിക്കലി ഇത് നടക്കാൻ പറ്റാത്തതിൻ്റെ കാര്യം, ഇത് കേന്ദ്രത്തിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അപ്പം കേന്ദ്ര നിയമത്തെ നമുക്ക് നിയമം മൂലം തിരുത്താൻ പറ്റാത്തതുകൊണ്ട് മുഖ്യമന്ത്രിയായ VD സതീശന് ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള മോഡിഫിക്കേഷൻ ഒന്നും ചെയ്യുന്ന പെർമിഷൻ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ ഫേസ്ബുക്കിൽ എഴുതിയപ്പോൾ ആവശ്യത്തിലധികം തെറി ഞാൻ കേട്ടതാണ്. അത് രാഷ്ട്രീയ വിരോധം കൊണ്ടല്ല, യാഥാർത്ഥ്യമായതുകൊണ്ടാണ്. നടക്കാൻ പറ്റുന്ന കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുമല്ലേ ആര് പറഞ്ഞാലും നമുക്ക് വിശ്വസിക്കാൻ പറ്റൂ എന്നുള്ളത് കൊണ്ട് മാത്രം പറഞ്ഞതാണ്. പക്ഷേ രണ്ടായാലും സ്റ്റിക്കർ വർക്കുകൾ അല്ലെങ്കിൽ റാപ്പ്, PPF, കളർ PPF തുടങ്ങിയ വർക്കുകളൊക്കെ ഒരു പക്ഷേ നിയമവിധേയമാകാൻ സാധ്യതയുണ്ട്. അത് ജയകൃഷ്ണൻ്റെ സ്ഥാപനത്തിന് കൂടുതൽ മെച്ചമുണ്ടാവും. കളർ വർക്ക്, ഈ കളർ പ്ലാൻ ചെയ്തത് അടുത്തായിട്ട് നമുക്കൊന്ന് വിളക്ക് കത്തിച്ചിട്ട് നമുക്ക് എല്ലാവരും കൂടെ ഒന്ന് വിളക്ക്